ഇന്ന് നമുക്ക് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് 1/2 കപ്പ് അരിപ്പൊടി, 3/4 കപ്പ് മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/4 ടീസ്പൂണിലും കുറവ് ഉപ്പ്, അതേ അളവിൽ തന്നെ സോഡാപ്പൊടി, 4 ഏലക്കായ, 2 ടീസ്പൂൺ എള്ള്, 2 ടേബിൾ സ്പൂൺ റവ, നെയ്യ്, വറുക്കാൻ ആവശ്യമായ കോക്കനട്ട് ഓയിൽ, 200 ഗ്രാം ശർക്കര. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ശർക്കരയെല്ലാം നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഉരുകി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉരുക്കിയ ശർക്കര അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കോരി മാറ്റാം. എള്ള് വറുത്ത് കോരാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കാം. 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സോഡാപ്പൊടിയും ഉപ്പും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് വേണം അടിച്ചെടുക്കാൻ. ഇനി ഈ ബാറ്ററിൽ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എള്ളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. ബാറ്റർ അധികം ലൂസും ആകാൻ പാടില്ല, അധികം തിക്കും ആകാൻ പാടില്ല. വെള്ളം കൂടിയാൽ പൊട്ടിപ്പോകും. ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇതെല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി പാകമാകുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്.